ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടപ്രഥമനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. 150 ഗ്രാമോളം അടയുണ്ട്. നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഇത് മാറ്റി നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അതിലേക്ക് നമുക്കിനി കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിന് ചേർത്ത് കൊടുത്ത് ഇതും ഒന്ന് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്കിനി ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബാക്കി നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ശർക്കര നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അടയും ശർക്കരയും കൂടെ നന്നായിട്ട് കിടന്നൊന്ന് തിളച്ച് വരണം. ഇത് കുറച്ചൊന്ന് പറ്റി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കപ്പോളം 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൗര് ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൗര് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതിൽ കിടന്നൊന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചവരിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1ാം പാലാണ്. 1 കപ്പോളം 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് നമുക്കൊരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.